കർത്താവിന്റെ അടുത്തേക്ക് ഫിലിപ്പോസ് നത്താനിയേലിനെ കൊണ്ടുവന്നപ്പോൾ യേശു അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. തട്ടിൽ പിതാവിനെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. കാരണം പുഞ്ചിരിയിൽ എല്ലാവരും വീണിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സിനഡിൽ പങ്കെടുത്ത പിതാക്കന്മാർക്ക് എല്ലാവർക്കും വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ദൈവജനം മുഴുവൻ പ്രാർത്ഥിക്കുകയായിരുന്നു, പിതാക്കന്മാര് പ്രാർത്ഥിക്കുകയായിരുന്നു. പിതാക്കന്മാര് വളരെ സ്വാഭാവികമായ രീതിയിൽ മറ്റു മാനദണ്ഡങ്ങൾ ഒന്നും നോക്കാതെ ദൈവത്തിന്റെ ഹിതം എന്താണ്, പരിശുദ്ധാത്മാവ് ആരെയാണ് നയിക്കുന്നത് എന്നുള്ള ചിന്തയിൽ ഒരു പ്രയാസമില്ലാതെ തട്ടിൽ പിതാവിനെ തെരഞ്ഞെടുത്തു. അതാണ് ഞങ്ങളുടെ സന്തോഷവും അഭിമാനവും. സഭയുടെ അടിസ്ഥാനവും അടിത്തറയും യേശുവുമായിട്ടുള്ള ബന്ധമാണ്. യേശുവിനെ പ്രതിനിധീകരിക്കുന്ന പിതാവും തലവനുമായിട്ടുള്ള നേതൃത്വത്തോട് നിലനിൽക്കുന്നു കൂടിച്ചേരുമ്പോൾ മാർപ്പാപ്പയോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, രൂപതാധ്യക്ഷനോട് ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മയിൽ, അവിടെയാണ് സഭ സഭയായി തീരുക. ഈ അവസരത്തില് തട്ടിൽ പിതാവെ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒന്നിച്ചു പറയുകയാണ്, സീറോ മലബാർ സഭാംഗങ്ങൾ എല്ലാവരും ഞങ്ങളുടെ പിതാവും തലവനുമായി തെരഞ്ഞെടുക്കപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവെ, ഞങ്ങൾ എല്ലാവരും പിതാവിന്റെ കൂടെയുണ്ട്. പിതാവിന്റെ വിധേയത്വത്തോടു കൂടി തന്നെ സീറോ മലബാർ സഭയുടെ കൂട്ടായ്മയിൽ ഒന്നിച്ചു നിൽക്കും എന്നതിനെ കുറിച്ച് യാതൊരു സംശയമില്ല. പരസ്യമായി ഇത് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സീറോ മലബാർ സഭയ്ക്ക് പ്രതിസന്ധികളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സൗമ്യനായ എല്ലാവർക്കും എല്ലാമായ കുടുംബ പിതാവിന്റെ ശൈലിയാണ്, എല്ലാവർക്കും എല്ലാമായി. അതുപോലെ തന്നെ ആ ശൈലി കുടുംബ പിതാവിന്റെ ശൈലി കുറെ കിട്ടിയിട്ടുള്ള തട്ടിൽ പിതാവിന് എല്ലാ ആശംസകളോടെ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.